ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നത് ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടും പിന്നെ അതുപോലെ തന്നെ കിച്ചണിലേക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. രണ്ട് പ്രൊഡക്റ്റാണ്. അതിലൊന്നെന്ന് വെച്ചാൽ വെജിറ്റബിൾ ചോപ്പറില്ല, അതാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുടെ സാധനം തന്നെയാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചാൽ 325 രൂപ കേട്ടോ. ഈ ചോപ്പറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ 900 മില്ലിൻ്റെ കേട്ടോ. ഇതിന് ചെറുതനകത്ത് ഉണ്ടായിരുന്നു, അതൊരു 600 മില്ലിൻ്റെ ക്വാണ്ടിറ്റി ആയിരുന്നു. അതിൻ്റെ പാക്ക് ഓപ്പൺ ചെയ്ത് ഒന്ന് കാണിച്ചു തരാം. നല്ല വലിപ്പമുള്ള സാധനം തന്നെയാണ് കേട്ടോ. നല്ലൊരു ഹെൽപ്ഫുള്ളാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വാങ്ങിയത്. ഇതിൻ്റെ ചെറുതുണ്ടായിരുന്നു, ഞാൻ കുറേ കാലം ഉപയോഗിച്ചിരുന്നു. എൻ്റെ ബ്ലേഡ് ഇപ്പോൾ കാണാത്തതുകൊണ്ട് തന്നെ പുതിയത് വാങ്ങിയതാണ്. ഇതിൻ്റെ ബ്ലേഡ് നല്ല മൂർച്ചയാണ് കേട്ടോ. പിന്നെ അതുമാത്രമല്ല അതിൻ്റെ ബോട്ടിൽ ഉണ്ടാവും, അതും നല്ല കട്ടിയുള്ളത് തന്നെയാണ്. ഈ ചോപ്പറിന് ഫസ്റ്റ് വാങ്ങുന്നത് ഹാവ്ലെസ്സിൻ്റെ കേട്ടോ. അതും നല്ല കമ്പനിയാണ്, കുഴപ്പമില്ല. അപ്പോൾ അതിനുശേഷം കിട്ടിയത് ബട്ടർഫ്ലൈൻ്റെ ഇതിന് ചെറുതായിരുന്നു, പക്ഷെ അതും നല്ല കമ്പനിയാണ്, നല്ല യൂസ്ഫുൾ ആട്ടോ ഇത്. പിന്നെ അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഫ്രിഡ്ജിൽ വിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റാട്ടോ. അതിൻ്റെ ഗ്ലാസ്സിൽ റോ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ പിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഫസ്റ്റ് ടൈം ആട്ടോ വാങ്ങുന്നത്. നല്ല മെറ്റീരിയൽ തന്നെയാണെന്ന് തോന്നുന്നത്. ഇത് ടോട്ടൽ 6 പീസാട്ടോ. 3 കളേഴ്സിലായിട്ട് 6 പീസാണ് ഉള്ളത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു ഷീറ്റ് ഞാൻ ഉപയോഗിച്ചില്ല കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ്. പിന്നെ അതുമാത്രമല്ല ഗ്ലാസിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഈ കലയൊക്കെ വന്നിട്ട് ഗ്ലാസിൻ്റെ ഒരു ഷൈനിങ് പോകുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ വാങ്ങിയതാണ് പുതിയ കേട്ടോ. ഇനി ഷീറ്റ് പിരിക്കുന്ന സമയത്ത് ഫ്രിഡ്ജ് നല്ലതുപോലെ വൃത്തിയാക്കിയിട്ട് ഗ്ലാസ്സൊക്കെ തുടച്ചിട്ട്, നല്ല കോട്ടൺ തുണി ഉണ്ടല്ലോ അതിനെ കൊണ്ട് തുടച്ചിട്ട് വേണം ഇതൊന്ന് വച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ 3 ലെയറായിട്ടുള്ളത്, അങ്ങനെ 3 ലെയറിലായിട്ടും ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒന്നും കൂടി വെച്ചിട്ടുണ്ട്. ഒരു ഫ്രൂട്ട്സിൻ്റെ ഷെൽഫുണ്ട്, അതും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണെന്ന് വെച്ചാൽ ഫ്രൂട്ട്സിൻ്റെ വേസ്റ്റും പിന്നെ പാലൊക്കെ മറന്നാണ്ടല്ലോ, അത് ഇങ്ങനെ ഷീറ്റ് മാത്രം എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയത് നല്ല കംഫർട്ടബിളാണ്. അങ്ങനെ എല്ലാം വിരിച്ചിട്ട് ഞാൻ എൻ്റെ സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വാങ്ങിയിട്ടുള്ള ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള 2 പ്രൊഡക്റ്റ് ഉണ്ടോ, അത് നിങ്ങൾക്കും കൂടി ഒരു യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഈ ഷീറ്റിൻ്റെ റേറ്റ് വരുന്നത് 219 രൂപ കേട്ടോ. ഇനി ഉള്ളിയൊക്കെ കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചോപ്പറിലിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം ഒരു മീഡിയം സൈസ് വല്ല അതിന് ചെറിയ ഒരു ഉള്ളിയെ കൂടെ ഒരു 6 പീസ് ഞാൻ ഇട്ടിട്ടുണ്ട്. 4 പീസാക്കിയിട്ടാണ് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. അതിന് നോസ് ഭാഗം കൊണ്ട് അതിലേക്ക് പ്രസ് ചെയ്യலாம் കേട്ടോ. പ്രസ് ചെയ്ത ശേഷം ഇതുപോലെ 2-3 തവണ ഒന്ന് വലിച്ചു കൊടുത്താൽ തന്നെ പെട്ടെന്ന് തന്നെ ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്ത് കിട്ടുന്നു. നല്ല കൈയൊന്നും മുറിയാതെ നല്ല ഹെൽപ്ഫുള്ളായിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ഞാൻ കിട്ടിയിട്ടുള്ളത്. ഇനി ഉള്ളി വഴറ്റാൻ ആവശ്യമുള്ള ഒരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഉള്ളി ചോപ്പ് ചെയ്തെടുക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ട്, അതിൻ്റെ റെസിപ്പിയിലേക്കാണ് ഞാൻ പോകുന്നത്. വീണ്ടും ഒരു 3-4 ഉള്ളി അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ 2 കൂടി ഒരുപോലെ ചോപ്പ് ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ട് തന്നെ പച്ചമുളകും ഉള്ളിയും ഒരുപോലെ തന്നെ അരിഞ്ഞ് കിട്ടും കേട്ടോ. ഇനി ഉള്ളിയൊക്കെ ചോപ്പ് ചെയ്ത ശേഷം ഗ്യാസ് സ്റ്റോവിൽ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഗ്യാസ് സ്റ്റോവിൽ വെക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചേർത്ത് കൊടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ ഉള്ളി ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സ് ആക്കിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറി വന്ന് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഉള്ളി നല്ലതുപോലെ വഴഞ്ഞു വന്ന ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് സ്പൈസ് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയിരിക്കുന്നവരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി മിക്സ് ആക്കിയെടുത്ത ശേഷം ഒരു പിടിയോളം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉപ്പിടാൻ മറന്നു കേട്ടോ. ഇനി പാകത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാല വെച്ച സ്നാക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. റോളിൻ്റെ ഷീറ്റ് അവൈലബിൾ ആട്ടോ, എല്ലാ ഷോപ്പിലും ഉണ്ട്, അത് ഞാൻ വാങ്ങിയിട്ടുള്ളത്.
ഇനി ഒരു റോളിൻ്റെ ഷീറ്റ് ഇതുപോലെ വിരിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇതുപോലെ മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു 2 ഭാഗം ഒരുപോലെ പശ എന്ന് വെച്ചാൽ നമ്മൾ മൈദയില്ലേ അതിൻ്റെ ഒരു ഗമ്മാണ് ആക്കിയിട്ടുള്ളത്, അതിനും കൊണ്ട് ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്യുമ്പോഴും അതിൻ്റെ എൻഡിങ്ങിൽ എത്തുമ്പോൾ ഇതുപോലെ ഗമ്മുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. കുഴക്കാതെയും പരത്താതെ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റോളാട്ടിത്. ഈ സമൂസ ഷീറ്റ്, റോൾ ഷീറ്റ് ഇതെല്ലാം കൂടിയിട്ട് ഫ്രീസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ സൂക്ഷിച്ച് വെക്കാറുള്ളത്. അതെന്ന് വെച്ചാൽ ഈ മസാല ആക്കുന്നതിന് മുന്നേ ഒന്ന് പുറത്ത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഐസൊന്ന് കളഞ്ഞിട്ട് വേണം ഇതിൻ്റെ ഓരോ ലെയറായിട്ടൊന്ന് എടുത്ത് വെക്കാൻ വേണ്ടി കേട്ടോ. അങ്ങനെ ഞാൻ ആവശ്യത്തിന് എല്ലാ റോളും കൂടി ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി റോളിനെല്ലാം കൂടിയിട്ട് നല്ല ചൂട് എണ്ണയിലേക്ക് ഇട്ടെടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എൻ്റെ എല്ലാ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ എല്ലാ റോളും കൂടി നല്ലപോലെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് കിട്ടിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്, നല്ല ക്രിസ്പിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ എനിക്ക് ഈ റോള് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ സ്നാക്സ് റെസിപ്പി ഹെൽപ്ഫുള്ളായി ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത 2 വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല വെറൈറ്റിയുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.